നമുക്ക് ക്രിസ്മസ് ആയില്ലേ, അപ്പൊ നമുക്ക് പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യണ്ടേ? എന്തോ ചെയ്യുവോ അപ്പൊ എവിടെ? ഇതല്ലാതെ വേറെ നല്ല പുൽക്കൂട് ഉണ്ടാക്കിയോടെ? അയ്യേ, നമുക്ക് ഒന്ന് വേറെ പിടിച്ചാലോ? ഇനി കൊറേ സമയമില്ലേ 25-ാം തീയതി ആവാൻ. നമുക്ക് ജോസഫീസിന്റെ പുൽക്കൂട് ഉണ്ടാക്കിയാലോ? കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ വെറൈറ്റി പുൽക്കൂട് ഉണ്ടാക്കാൻ പോവുക. വിത്ത് ഈ പേഴ്സ് ബോർഡും ഈ മുട്ടയുടെ ആ കവറിന്റെ അതൊക്കെ വെച്ച് കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ കുറച്ച് പ്ലാസ്റ്റോ പാരീസ് വാങ്ങിച്ചിട്ടുണ്ട്. അത് നല്ലതായിട്ട് വെള്ളത്തിലിട്ടിട്ട് നല്ലതായിട്ട് ഇളക്കിയിട്ട് അതിനകത്ത് തുണി ഇട്ടിട്ട് അത് നമ്മുടെ പുൽക്കൂടിൻ്റെ മേളിൽ ഇടണം. എന്നിട്ട് അതിനെ നല്ല സ്ട്രോങ് ആക്കണം. കൂട്ടുകാരെ, അങ്ങനെ എൻ്റെ അപ്പയും അമ്മയും ഈ പുൽക്കൂട് സെറ്റ് ചെയ്യുക. പ്ലാസ്റ്റോ പാരീസ് കൈ പൊള്ളുകൊണ്ട് എന്നെ ഒന്ന് തൊടാൻ പോലും സമ്മതിച്ചിട്ടില്ല. കുഞ്ഞൊരു പീസ് എടുത്തിട്ട് അവിടെയോ ആ ഭാഗത്താണ് എന്റെ പണി. വീഡിയോ എടുക്കുന്നതും എവിടെ തെറ്റ് പറ്റുന്നു ചൂടും കാര്യങ്ങളും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ പ്ലാസ്റ്റർ പാരീസ് തുണിയിൽ മുക്കി എല്ലായിടത്തും വെച്ച് ആ ഷേപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരെ, അങ്ങനെ വേറെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് സ്റ്റെപ്പും അങ്ങനത്തെ ഒക്കെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വേറെ ചില മെറ്റീരിയൽസ് വെച്ച് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ഒരു ദിവസം ഉണങ്ങാൻ ഇട്ടിട്ട് ഇപ്പൊ ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രൗണും യെല്ലോയും വെച്ചാണ് ഇതിന് മൊത്തം കളർ ചെയ്യുന്നത്. കൂട്ടുകാരെ, നമ്മൾ ചില സ്ഥലത്തൊക്കെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ചില ആർട്ടിഫിഷ്യൽ ട്രീസും റിയൽ ട്രീസും ഒക്കെ മരങ്ങളും ഒക്കെ വെക്കുകയാണ്. ഇപ്പൊ ഏകദേശം എല്ലാം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ചില ഡീറ്റെയിൽ കൊടുക്കുകയും കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ശലം വേലിയൊക്കെ സെറ്റ് ചെയ്യുവാണ്. കൂട്ടുകാരെ, ഇനിയും വരുന്ന പരിപാടി ഈ പുൽക്കൂടിലെ സ്റ്റാച്യൂസ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഉണ്ണിയേശുവിനെ വെക്കും. അങ്ങനെ നമ്മൾ ഉണ്ണിയേശുവിനെ കൊണ്ടുവെക്കാൻ പോകുന്നു. അങ്ങനെ ആട്ടിടയന്മാർ മലമുകളിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗർഭിയൽ മാലാഹ വന്ന് ആട്ടിടയന്മാർക്ക് ദൂതറിയിച്ചത്. പിന്നെ രാജാക്കന്മാർ കിഴക്കിലെ നക്ഷത്രം കണ്ട് ഉണ്ണിയേശു പിറന്നെന്ന് അറിഞ്ഞു. അങ്ങനെയാണ് ആട്ടിടയന്മാരും രാജാക്കന്മാരും ഉണ്ണിയേശു പിറന്നെന്ന് അറിഞ്ഞത്. ഈ വീട്ടില് ഒക്കെ ആൾക്കാരുണ്ട്.
പക്ഷെ ഇവരാരും ഉണ്ണിയേശുവിനെ കയറ്റിയില്ല. അങ്ങനെ ഒരു ഒഴിഞ്ഞിരിക്കുന്ന തൊഴുത്തിലാണ് ഉണ്ണിയേശു പറഞ്ഞത്.